പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് പി വി അൻവർ എം എൽ എ കർണാടകയിലെയും ഹൈദരാബാദിലെയും കമ്പനികളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചു. 150 കോടി രൂപയാണ് വി ഡി സതീശന്റെ കൈകളിൽ എത്തിയത്. മത്സ്യം കയറ്റി വന്ന ലോറിയിലാണ് പണം എത്തിയത്. ഗൂഢാലോചനയിൽ കെ സി വേണുഗോപാൽ പങ്കാളിയെന്നും പി വി അൻവർ ആരോപിക്കുന്നു. ഈ വികസന വിപ്ലവത്തെ തടയിടാൻ പോംവഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ. ഈ കൊടും ചതി ചെയ്യുന്നതിനായി AICC ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. MG പ്രതീഷ് വിവരങ്ങളുമായ പ്രതീഷ്, 150 കോടി എന്ന് പറയുന്നത് ചെറുതല്ല. അത് മത്സ്യബന്ധന വണ്ടികൾ കയറ്റി വന്നുവെന്ന് രേഖാമൂലം നിയമസഭയിൽ പറയുകയാണ് പി വി അൻവർ എം എൽ എ. എന്താണ് പി വി അൻവർ എം എൽ എ പറയുന്നതിന് ആധാരം? എന്താണ് അൺപാർലമെന്ററി എന്ന് കരുതി നീക്കാനുള്ള സ്പീക്കറുടെ നയം? പ്രതീഷ്. ഹാഷ്മി, നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയാണ് പി വി അൻവർ എം എൽ എ വി ഡി സതീശനെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ കേരയിൽ പദ്ധതിക്ക് സംസ്ഥാനത്തിന്റെ ഒരു വികസന സ്വപ്നമായിരുന്നു കേരയിൽ പദ്ധതി. ഈ വികസന സ്വപ്നങ്ങൾക്ക് തുരങ്കം വച്ചത് വി ഡി സതീശനാണെന്നും കർണാടകയിലെയും ഹൈദരാബാദിലെയും ചില കമ്പനികളുമായി കൂട്ടുചേർന്ന ഈ പദ്ധതി ഇല്ലാതാക്കാൻ വി ഡി സതീശൻ ശ്രമം നടത്തി. ഒപ്പം AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം ഇതിൽ ഗൂഢാലോചന നടത്തി എന്നതാണ് പ്രധാനമായും പി വി അൻവർ എം എൽ എ ആരോപിക്കുന്നത്. കാരണം ഈ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിൽ വലിയ വികസനങ്ങൾ ഉണ്ടാകും, വലിയ IT കമ്പനികളടക്കം കേരളത്തിലേക്ക് വരും, തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും. പക്ഷേ ഈ സാഹചര്യം ഈ കർണാടകയിലെയും മറ്റ് ഹൈദരാബാദിലെയും കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നും ആ ഇടങ്ങളിലൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഈ IT കമ്പനികൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ തിരിച്ചടിയാകുമെന്ന് കണ്ട ഈ കേരളത്തിലെ ഈ പദ്ധതി ഒഴിവാക്കുന്നതിന് വേണ്ടി അഴിമതി, അതായത് കൈക്കൂലിയായി വി ഡി സതീശനടക്കം 150 കോടി രൂപ. പ്രതീക്ഷ അവിടെ സഭയ്ക്കുള്ളിൽ പ്രതീക്ഷ അതിന് മറുപടി പറയുന്നുണ്ട്. പ്രതീക്ഷ ഒന്ന് കേൾക്കണം. കേട്ടിട്ട് പ്രതീക്ഷയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി എത്തും. എന്തായാലും ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണമാണ്.